ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ അബുദാബിയിൽ ഡെസേർട്ട് സഫാരിക്ക് പോയിരുന്നു. അതിൻ്റെ കാഴ്ചകൾ കണ്ടാലോ? ചെയ്യേണ്ട ഒരു ഇവൻ്റാണ് ഡെസേർട്ട് സഫാരി. അപ്പോൾ ഞങ്ങൾ അബുദാബിയിലെ ഡെസേർട്ട് സഫാരിയുടെ പാക്കേജ് ആയിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്യാമൽ റൈഡിങ്ങും മെഹന്തിയും അതുപോലെ തന്നെ ബെല്ലി ഡാൻസ്, ഫയർ ഡാൻസ് തുടങ്ങിയ സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തൊരു പാക്കേജ് ആയിരുന്നു അത്. അപ്പോൾ വൈകിട്ട് ഒരു 6 ആകുന്ന സമയത്ത് ഞങ്ങളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്തിയ ഉടനെ മോള് സ്കേറ്റിംഗ് ബോർഡ് കണ്ടു. അപ്പോൾ ആ സാൻഡില സ്കേറ്റിംഗ് ബോർഡ് വെച്ചിട്ട് കുറേ സമയം അവൾ കളിച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു മോള്. പക്ഷേങ്കിൽ കുറച്ച് പൊടിക്കാറ്റുണ്ടായിരുന്നത് കൊണ്ട് തന്നെ കുറച്ച് മുകളിലേക്ക് പോയിട്ട് അവൾക്ക് സ്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും കുറേ സമയം അത് സ്കേറ്റിംഗ് ബോർഡിലൊക്കെ കളിച്ച് നന്നായിട്ട് എൻജോയ് ചെയ്തു അല്ലൂസ്. പിന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അതിൻ്റെ കുറച്ചും കൂടി മുകൾ ഏരിയയിലേക്ക് ഞങ്ങൾ പോയിട്ട് അപ്പോൾ അവിടെ ക്യാമൽ റൈഡിങ് നടക്കുന്നുണ്ടായിരുന്നേ. ക്യാമൽ റൈഡിങ്ങിനും ഞങ്ങളുടെ പാക്കേജിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. എക്സ്ട്രാ വേണമെങ്കിൽ ഒരു 10 മിനിറ്റ്സ് റൈഡ് ചെയ്യാൻ നമുക്ക് അവിടെ ഡെസേർട്ടിൽ കൂടി എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ. ഈ ഒരു ഏരിയ ആയിരുന്നു ഞങ്ങളുടെ ഡെസേർട്ട് സഫാരിയിൽ ഡിന്നറിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഏരിയ. അപ്പം നമ്മൾ സെലക്ട് ചെയ്ത പാക്കേജ് പ്രകാരം ഒരു 7:45 ആകുമ്പോഴത്തേക്കും ഡിന്നർ പ്രൊവൈഡ് ചെയ്യും. നേരത്തെ ഡിന്നറും കാര്യങ്ങളും വേണമെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റേതായ സൗകര്യങ്ങളും കാര്യങ്ങളും അവരവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ അവർ 6:45 ആകുമ്പോഴത്തേക്കും അവർ ടീ, കോഫി അതുപോലെ തന്നെ സ്റ്റാർട്ടേഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ ഡെസേർട്ട് ഏരിയ എന്ന് പറയുന്നത് അതിൽ തന്നെ മെഹന്തി കോർണർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മെഹന്തി കോർണറിൽ ഞങ്ങൾ സെലക്ട് ചെയ്തതിൻ്റെ അകത്ത് ഒരു ഫ്ലവർ മാത്രമേ അവർ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. എക്സ്ട്രാ മെഹന്തി ചെയ്യണമെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് വേണം. അപ്പം ഞങ്ങളതിനൊന്നും പോയില്ല. മോള് ആ ഒരു ഫ്ലവർ മാത്രം കയ്യിൽ മതിയെന്ന് പറഞ്ഞിട്ട് അത് മാത്രം ചെയ്തിട്ട് പിന്നെ വീണ്ടും അവൾ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കായിരുന്നു ശരിക്കും നമ്മളതിൻ്റെ ഭംഗി ആസ്വദിക്കുക. ആ ഒരു ഏരിയയുടെ നല്ലൊരു സൺസെറ്റും കാര്യങ്ങളും ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നല്ലോണം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ആ ഒരു നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു ഈവനിങ് കാഴ്ച കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ സ്റ്റേജ് പെർഫോമൻസിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഫയർ ഡാൻസ്, ബെല്ലി ഡാൻസ്. അപ്പോൾ ഈ ഡാൻസേഴ്സൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു ആ സമയത്ത് അത് കാണാൻ വേണ്ടിയിട്ട്. മാത്രമല്ല അവർ നമ്മൾ പെർഫോമൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഓഡിയൻസിനെ കൂടി സ്റ്റേജിൽ കയറ്റി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നമുക്കതിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നോക്കുന്നുണ്ടായിരുന്നു. അപ്പം നല്ല രീതിയിൽ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് പാക്ക് തന്നെയായിരുന്നു ആ ഒരു സമയത്തെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള കൂൾ ഡ്രിങ്ക്സും അതുപോലെ തന്നെ കബാബ്, അതുപോലെ തന്നെ അൽഫാം, പിന്നെ റൈസ്, നൂഡിൽസ്, ഇങ്ങനെയുള്ള നല്ല രീതിയിലുള്ള ഒരു ഡിന്നർ പാക്കേജ് കൂടിയായിരുന്നു നമുക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം ബെല്ലി ഡാൻസൊക്കെ കളിക്കുന്ന സമയത്ത് കുട്ടികളെയും ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് ലാസ്റ്റ് പെർഫോമർ ഡാൻസിൽ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്ത് കളിച്ചപ്പം കുട്ടികൾക്ക് നല്ല രീതിയിൽ ഇഷ്ടമാവുന്നുണ്ടായിരുന്നു. അപ്പം നമുക്കിനി അതിൻ്റെ കുറച്ച് പെർഫോമൻസിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം. അപ്പം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്
لفت بقيت ماشي حبيبي بتلفت امي خفت